ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ റൂറൽ വൈബ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്ന ഒരു പോയമാണ് ദ ഫാർമർ. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കൃഷിക്കാരനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പോയറ്റ് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. വി ഓൾ അഡ്മയർ ഹീറോയിസ്. അതായത് ഈ അഡ്മയർ എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നാണ്. അതായത് നമ്മളെല്ലാവരും എന്താണ്, ഹീറോയിസിനെ ആരാധിക്കുന്നവരാണ്. ഹു ഈസ് യുവർ ഹീറോ? അതായത് ആരാണ് നിങ്ങളുടെ ഹീറോ? ഹിയർ ഈസ് എ പോയം സെലിബ്രേറ്റിംഗ് ദ അൺസങ് ഹീറോസ് ഓഫ് ദി വേൾഡ്. ആരും അധികം പുകഴ്ത്തി പറയാത്ത നമ്മുടെ ലോകത്തിലെ ഹീറോയിസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയം. അതാരാണ്? നമ്മുടെ കർഷകരാണ്. അപ്പോൾ അവരെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ദി ഫാർമർ. ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. അതായത് രാജാവ് കടലും കരയും ഒരുപോലെ ഭരിച്ചേക്കാം. ദ ലോഡ് മേ ലൈവ് റൈറ്റ് ലോയലി. അതായത് ലോഡ് എന്ന് പറഞ്ഞാൽ പ്രഭു അല്ലെങ്കിൽ ആ നാട്ടിലെ പ്രധാനി. അവരെന്താണ്, വളരെ ആഡംബരമായി ജീവിച്ചേക്കാം. ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംബ് ആൻഡ് പ്രൈഡ്. പോംബ് എന്ന് പറഞ്ഞാൽ ആഡംബരം, പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനവും. അപ്പോൾ ആ ഒരു നാട്ടിലെ പട്ടാളക്കാർ എങ്ങനെയാണ്, അവർ ആഡംബരവും അതുപോലെ തന്നെ അഭിമാനപൂർവ്വമായി സഞ്ചരിച്ചേക്കാം. ദ സെയിലർ റോംസ് ഓവർ ഓഷ്യൻ വൈഡ്. അതായത് കപ്പൽ യാത്രക്കാർ, അവർ വിശാലമായ ഓഷ്യനിലൂടെ, അതായത് കപ്പലിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകാം. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ടർ ബിഫോർ ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷേ എന്തൊക്കെ ആയാലും എന്തെല്ലാം സംഭവിച്ചാലും ഈ പറഞ്ഞ എല്ലാ ആളുകളും ഫീഡ് ചെയ്യുന്നത്, അതായത് ഭക്ഷണം നൽകുന്നത് ആരാണ്? കർഷകനാണ്. അതിപ്പോൾ കിങ്ങിനായാലും ലോഡിനായാലും എല്ലാവർക്കും ഫുഡ് നൽകുന്നത് ആരാണ്? നമ്മുടെ ഫാമേഴ്സാണ്. ദ റൈറ്റർ തിങ്സ്, ദ പോയറ്റ് സിങ്സ്. അതായത് എഴുത്തുകാരെന്താണ്, ചിന്തിക്കുന്നുണ്ട്. എന്ത് എഴുതണമെന്ന് ആലോചിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. കവികൾ എന്താണ്, പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ദ ക്രാഫ്റ്റ്സ്മാൻ ഫാഷൻ വണ്ടറസ് തിങ്സ്. അതായത് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ ശില്പികൾ, ഇവരെന്താ ചെയ്യുന്നത്? ആളുകളെ വണ്ടറാക്കുന്ന, അതായത് അത്ഭുതപ്പെടുത്തുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ദ ഡോക്ടർ ഹീൽസ്. അതായത് ഡോക്ടർ ആളുകളുടെ അസുഖങ്ങൾ എന്താണ്, മാറ്റുന്നുണ്ട്. ദ ലോയർ പ്ലീഡ്സ്. അതായത് വക്കീൽ പ്ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ്, അപേക്ഷിക്കുന്നുണ്ട്. പിന്നെ ദ മൈനർ ഫോളോസ് ദ പ്രീഷ്യസ് ലീഡ്സ്. അതായത് ദ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഖനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെന്ത് ചെയ്യുന്നത്, അവർ പ്രീഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ എന്താണ്, കുഴിച്ച് കണ്ടെത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. ലീഡ്സ് എന്ന് പറഞ്ഞാൽ സൂചനകൾ, ഹിൻസ്. അപ്പോൾ ഓരോ ഹിൻസ് അവർ ഫോളോ ചെയ്തിട്ട് എന്താണ്, മൈൻസ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോർ ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷെ മുകളിൽ പറഞ്ഞ ആരൊക്കെ ആയാലും എന്തൊക്കെയായാലും ഇവരൊക്കെ ഫീഡ് ചെയ്യുന്നത് ആരാണ്? കർഷകരാണ്. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇവർക്കൊക്കെ ഭക്ഷണം നൽകുന്നത് നമ്മുടെ, ഇത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമേഴ്സാണ്. ദ മെർച്ചൻറ്റ് ഹി മേ ബൈ ആൻഡ് സെൽ. മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. അദ്ദേഹം ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ സെൽ, പലതരത്തിലുള്ള വസ്തുക്കൾ വിൽക്കാം. ദ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. ടീച്ചർ തൻ്റെ ഡ്യൂട്ടി നന്നായി ചെയ്യുന്നു. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്. പക്ഷേ ആളുകൾ, ടോയിൽ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, ബിസി ഡേയ്സിലൂടെ അവരുടെ ഓരോ ദിവസങ്ങൾ അവരെന്താണ്, കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസൻറ്റ് വേസ്. അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ കുറച്ച് ആളുകൾ, സ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വെറുതെ നടക്കുന്നതാണ്. വെറുതെ നടന്ന് ഒരുപാട് സന്തോഷം തേടി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. ഫ്രം കിങ് ടു ബെഗർ. കിങ് എന്ന് പറഞ്ഞാൽ രാജാവ്, ബെഗർ എന്ന് പറഞ്ഞാൽ യാചകൻ. അപ്പോൾ രാജാവ് മുതൽ ഒരു യാചകൻ വരെ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും, അതായത് വാട്ട് എവർ ബിഫോർ ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും ഇവർക്കൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഫാർമേഴ്സാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകളായിക്കോട്ടെ ഇവർക്കൊക്കെ ഫീഡ് ചെയ്യുന്നത് ഫാർമേഴ്സാണ്. അപ്പോൾ ഫാർമേഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു വരികളിലൂടെ നമ്മുടെ കവി പറയുന്നത്. ദ ഫാർമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്. അതായത് ഫാമേഴ്സിൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ വേർത്താണ്, അതായത് വാല്യൂ ഉള്ളതാണ്. അത് നമുക്ക് വിലമതിക്കാനാവാത്ത ഒന്നാണ് ഫാമേഴ്സിൻ്റെ കച്ചവടം എന്നുള്ളത്. ഹിസ് പാർട്ട്ണർ വിത്ത് ദ സ്കൈ ആൻഡ് എർത്ത്. അതായത് ഫാമേഴ്സിൻ്റെ പാർട്ട്നേഴ്സ്, അതായത് കൂടെയുള്ള ആളുകളൊക്കെ ആരൊക്കെയാണ്? സ്കൈ ആൻഡ് എർത്ത്, അതായത് ആകാശവും ഭൂമിയും. ഹിസ് പാർട്ട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ.
പിന്നെ പറയുന്നത് സൺ ആൻഡ് റെയിൻ ആണ്, സൂര്യനും മഴയുമാണ്. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫാൾ. അപ്പോൾ ആ ഒരു ഫാമേഴ്സിൻ്റെ നേട്ടത്തിന് വേണ്ടി ഒരാളും നഷ്ടം സഹിക്കാറില്ല. അദ്ദേഹം ഒറ്റക്കാണ് എല്ലാ നഷ്ടങ്ങളും സഹിക്കുന്നത്. ആളുകൾ ചിലപ്പോൾ ഉയർന്നേക്കാം, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മെൻ മേ റൈസ്, അതായത് ആളുകൾ ചിലപ്പോൾ ഉയർന്നേക്കാം. ഓർ മെൻ മേ ഫെയിൽ, ചിലപ്പോൾ താഴ്ച ഉണ്ടായേക്കാം. അതായത് നഷ്ടങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പലർക്കും വരും. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മുടെ ഫാമേഴ്സിന് വരുമ്പോൾ അവരൊറ്റയ്ക്ക് തന്നെ അതൊക്കെ സഹിക്കുന്നുണ്ട്. ബട്ട് ദി ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും ആളുകളെ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ഫാമേഴ്സാണ്. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.